Hi friends, welcome back to BA tutorial. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻ്റ് ആയിരുന്നു ഇല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട 20 ചോദ്യങ്ങളടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ തിയറി ക്ലാസ് ഒന്ന് കണ്ടതിന് ശേഷം ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, നിങ്ങളിത് കണ്ടതിന് ശേഷം ഈ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മാർക്കുകൾ കുറവാണെങ്കിൽ നിങ്ങൾക്കത് പോയി ഒന്നും കൂടി കാണാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിലേക്ക് പോവുകയാണ്. 20 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റാണ്. റെഡി ആയിട്ടിരിക്കുക. ആദ്യത്തെ ചോദ്യം, ദ ഏജ് ഗ്രൂപ്പ് 12 to 18 years can be termed as adulthood, adolescence, middle age, childhood. ആൻസർ ഇതാണ്. ആൻസർ അഡോളസെൻസ് ആണ് ഇല്ലേ? അത് നമുക്കറിയാം. 12 to 18 ഇയേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീനേജ് ആണ്. ടീനേജിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അഡോളസെൻസ് സ്റ്റേജിലാണ്. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഏജ് ലെവൽ that child faces the crisis industry versus inferiority? 3 to 6 years, 6 to 12 years, 12 to 18 years, 18 to 25 years. ആൻസർ ഇതാണ്. 6 to 12 ഇയേഴ്സ് ആണ് ഇല്ലേ? അതായത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി കുട്ടി ഏത് ഏജ് ലെവലിലാണ് എന്നുള്ളതാണ്. അതായത് 6 to 12 ഇയേഴ്സ്. ആ ഒരു സ്റ്റേജിൻ്റെ പേരൊന്ന് ഓർപ്പിച്ച് നോക്കൂ. അതേതായിരുന്നു ആ സ്റ്റേജ്? സ്കൂൾ ഏജ് ആണ് ഇല്ലേ? 6 to 12 ഇയേഴ്സിൻ്റെ പ്രായപരിധിയുള്ള സ്കൂൾ ഏജിലാണ് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ക്രൈസിസ് ഒരു കുട്ടിയിലുണ്ടാകുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം, in Erikson's model, the key challenges of young adulthood is trust versus mistrust, intimacy versus isolation, identity versus role confusion, integrity versus despair. ആൻസർ ഏതാണ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇവിടെ നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ യങ് അഡൾട്ട്ഹുഡ്, പിന്നെ അതെങ്ങനെ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ വന്നു എന്നായിരിക്കും അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളത് അഡൾട്ട്ഹുഡും ഏർലി അഡൾട്ട്ഹുഡും പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ ഏർലി അഡൾട്ട്ഹുഡ് തന്നെയാണ് യങ് അഡൾട്ട്ഹുഡ് ഇല്ലേ? അപ്പോൾ യങ് അഡൾട്ട്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലെ ക്രൈസിസ് ഏതാണ്, അല്ലെങ്കിൽ കീ ചലഞ്ചസ് ഏതാണ്? ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ, നമ്മൾ പഠിക്കുന്നത് തന്നെ വരണമെന്നില്ലല്ലോ. ഇനി അടുത്ത നാലാമത്തെ ചോദ്യം, ഡ്യൂറിങ് ദ സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ് toddlers begin to take some personal responsibility for feeding, dressing and bathing themselves in an attempt to establish what Erikson called a sense of autonomy, generativity, industry, superiority. ആൻസർ ഇതാണ്, ഓട്ടോണമിയാണ്. ഇവിടെ എന്താ ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത്? ഡ്യൂറിങ് ദി സെക്കൻഡ് ഇയർ ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിൻ്റെ രണ്ടാമത്തെ വർഷം, അതായത് 2 വയസ്സ് പ്രായമുള്ള ഒരു ടോഡ്ലർ മീൻസ് കുഞ്ഞുകുട്ടി, അതായത് പിച്ച വെച്ച് നടക്കുന്ന ആ ഒരു ടൈമിലുള്ളൊരു കുട്ടി ബിഗിൻ ടു ടേക്ക് സം പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഫോർ ഫീഡിങ്, ഡ്രസ്സിങ് ആൻഡ് ബാത്തിങ്. സ്വന്തമായിട്ട് ബാത്റൂമിൽ പോവുക, അതുപോലെ തന്നെ ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ ഡ്രസ്സ് ചെയ്യുക, ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ എറിക്സൺ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതാണ്. അതേതാണ്? ഓട്ടോണമിയാണ് ഇല്ലേ? നമ്മൾ പഠിച്ചതാണ് ഇല്ലേ? ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 1.5 വയസ്സിന് ശേഷമാണല്ലോ സെക്കൻഡ് സ്റ്റേജ് വരുന്നത്. അപ്പോൾ 2 വയസ്സെന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓട്ടോണമിയാണ്. ഇനി അടുത്ത് 5ാമത്തെ ചോദ്യം, എറിക്സൺസ് തിയറി ഓഫ് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് adolescence refers to the stage trust versus mistrust, industry versus inferiority, identity versus role confusion, initiative versus guilt. ആൻസർ ഇതാണ്. അഡോളസൻസ് സ്റ്റേജിൽ വരുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഇനി അടുത്ത് 6ാമത്തെ ചോദ്യം, the period during which the reproductive system matures can be termed as
childhood, puberty, later adolescence, അഡൾട്ട്ഹുഡ്. ഇത് നമ്മുടെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ, പക്ഷേ എന്നാലും ഞാൻ ഇതിനകത്ത് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കൂ ഇതായിരിക്കും എന്നുള്ളത്. എന്താണ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെച്യൂർ ആകുന്ന ടൈം? സിമ്പിളാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം മെച്യൂർ ആകുന്ന ടൈം ഏതാണ് എന്നുള്ളത്. ആൻസർ ഏതാണ്? പ്യൂബർട്ടി സമയത്താണ്. അടുത്ത 7ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു എറിക്സൺ, in which stage of psychosocial development will be primary school child? Trust versus mistrust, industry versus inferiority, intimacy versus isolation, initiative versus guilt. സ്കൂൾ ചൈൽഡാണ്, പ്രൈമറി സ്കൂൾ ചൈൽഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏത് ലെവലാണ് അല്ലെങ്കിൽ ഏത് സ്റ്റേജാണ് എന്നുള്ളത് ആലോചിച്ചോളണം. ആൻസർ ഇതാണ്. ഇൻഡസ്ട്രി വെസസ് ഇൻഫീരിയോറിറ്റി ഇല്ലേ, സ്കൂൾ ഏജിനകത്ത് കുട്ടിയിലുണ്ടാകുന്നതാണ് ഇല്ലേ. സ്കൂൾ ഏജ് നമ്മൾ പഠിച്ചല്ലോ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അത് തന്നെയാണല്ലോ കുട്ടിയുടെ പ്രൈമറി സ്കൂൾ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൈമറി സ്കൂൾ ചൈൽഡിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ക്രൈസിസ് ഏതൊക്കെയാണ്? ഇൻഡസ്ട്രി വെസസ് ഇൻഫീരിയോറിറ്റി ആണ്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം. സെലക്ട് ദ നെയിം ഹൂ പ്രപ്പോസ്ഡ് സൈക്കോസോഷ്യൽ തിയറി. ബ്രൂണർ, പിയാഷെ, എറിക് എറിക്സൺ, സ്കിന്നർ. സിമ്പിളാണില്ലേ, നമ്മൾ പഠിച്ചതാണ് എറിക് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സൈക്കോസോഷ്യൽ തിയറി. ഇനി അടുത്ത് 9ാമത്തെ ചോദ്യം. ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസെൻസ്. ആങ്സൈറ്റി ഡിസോർഡർ, ഡേ ഡ്രീമിംഗ്, ഈഗോ സെൻറ്ററിസം, ഐഡൻറ്റിറ്റി ക്രൈസിസ്. നോക്കിക്കേ, കോമൺ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണില്ലേ. നമ്മൾ പറഞ്ഞല്ലോ നമ്മളുടെ ചലഞ്ചസിനകത്ത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെന്ന്. അപ്പോൾ നെഗറ്റീവായിട്ട് വരുന്നത് ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ പ്രോബ്ലം ഏതാണ് അവിടുത്തെ? ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ കഴിയാത്തതാണ്. ഐഡൻറ്റിറ്റി വെസസ് റോൾ കൺഫ്യൂഷൻ എന്നാണല്ലോ. അപ്പോൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, എന്താണ് അഡോളസൻസിലെ നമ്മളുടെ ആ ഒരു ചലഞ്ചസ് അല്ലെങ്കിൽ ക്രൈസിസിനെ പറയുന്നത് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നാണ് ഇല്ലേ. അപ്പോൾ ഐഡൻറ്റിറ്റി പോസിറ്റീവും റോൾ കൺഫ്യൂഷൻ നെഗറ്റീവുമാണ്. അപ്പോൾ ഇവിടെ ഐഡൻറ്റിറ്റി എന്ന് വന്നിരുന്നെങ്കിൽ ഓക്കെ, പക്ഷേ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നാണ് വന്നേക്കുന്നത്. അത് അഡോളസൻസിൻ്റെ ഒരു പ്രോബ്ലമാണ് എന്നുള്ളത് ഓർമ്മിച്ചോളുക. ഇനി അടുത്ത 10ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ നെയിം ഓഫ് എറിക് എറിക്സൺസ് ഡെവലപ്മെൻറ്റ് തിയറി? സൈക്കോസോഷ്യൽ, സൈക്കോസെക്ഷൽ, മോറൽ, ഫിസിക്കൽ. ആൻസർ ഏതാണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണല്ലേ, നമുക്കറിയാമെന്നുള്ളതാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. ഇനി അടുത്ത് 11ാമത്തെ ചോദ്യം. ഇൻ വിച്ച് സ്റ്റേജ് ദാറ്റ് ഫേസസ് ദ ക്രൈസിസ് ഇൻറ്റിമസി വെസസ് ഐസൊലേഷൻ? ഏർലി ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, ഏർലി അഡൾട്ട്ഹുഡ്, അഡോളസെൻസ്. ആൻസർ ഇതാണ്. ഏർലി അഡൾട്ട്ഹുഡിലാണ് അല്ലേ. അതായത് ഇൻറ്റിമസിയും ഐസൊലേഷനും വരുന്ന സമയം ഏതാണ്? ഏർലി അഡൾട്ട്ഹുഡിലാണ് ഈ 2 ക്രൈസിസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇനി അടുത്ത് 12ാമത്തെ ചോദ്യം. The stage that occurs between birth and 1 year of age is concerned with initiative versus guilt, trust versus mistrust, identity versus role confusion, intimacy versus isolation. ആൻസർ ഇതാണ്. ട്രസ്റ്റ് വെസസ് മിസ്ട്രസ്റ്റ് ആണ് ഇല്ലേ. അല്ലേ, നമ്മൾ ജനിച്ച് 1 ഇയർ വരെയുള്ള സമയത്ത് ഉള്ള എന്താണ് ആ ഒരു സമയത്ത് എന്താ നടക്കുന്നത്? ട്രസ്റ്റ് വെസസ് മിസ്ട്രസ്റ്റ് ആണ്. ഇനി അടുത്ത് 13ാമത്തെ ചോദ്യം. ഇഫ് എ ചൈൽഡ് സ്ട്രഗിൾസ് ടു ഡു വെൽ ഇൻ സ്കൂൾ, what problem might emerge? Struggle with feeling of inferiority, develop poor self-identity, being a mistrust the people around him. None of the above.
ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സ്ട്രഗിൾസ് വിത്ത് ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി ആണ്. അതായത് നോക്കിക്കേ, നമ്മളിവിടെ എന്താ പറയുന്നത്, എ ചൈൽഡ് സ്ട്രഗിൾസ് ടു ഡു വെൽ ഇൻ സ്കൂൾ. അതായത് ഒരു സ്കൂളിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയിലുണ്ടാകുന്ന ആ ഒരു സ്ട്രഗിൾ, ഇത് ഈ ഒരു പ്രോബ്ലം എമേർജ് ചെയ്യുന്നു. വാട്ട് പ്രോബ്ലം മൈറ്റ് എമേർജ്? എന്താണ് ആ കുട്ടിയിലുള്ള പ്രോബ്ലം? ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കുട്ടിയിലൊരു സ്ട്രഗിൾ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്ത് പ്രോബ്ലമാണ് ആ കുട്ടിയിലുണ്ടായത്? എന്താണ് ഫീലിംഗ് ഇൻഫീരിയോറിറ്റി. നമുക്കറിയാമല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂൾ ഏജിൽ വരുന്നത്. 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളത്. അതിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ഇൻഫീരിയോറിറ്റി ആണല്ലോ. അപ്പോൾ ഇവിടെ കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടിയിൽ എന്തൊക്കെയോ സ്ട്രഗിൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന പ്രോബ്ലം എന്താണ്? ഇൻഫീരിയോറിറ്റി ഫീലിംഗ് കുട്ടിയിലുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം, ഇൻറ്റിമസി വെസസ് ഐസൊലേഷൻ ഒക്കേഴ്സ് അറ്റ് വാട്ട് സ്റ്റേജ്? ഇൻഫാൻസി, യങ് അഡൾട്ട്ഹുഡ്, മെച്യൂരിറ്റി, അഡോളസെൻസ്. ആൻസർ ഏതാണ്? നമ്മൾ വീണ്ടും നമുക്കറിയാം ഏതാണ്? യങ് അഡൾട്ട്ഹുഡാണ് ഇല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ മോക്ക് ടെസ്റ്റുകൾ പല രീതികളിൽ വന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ മാറ്റങ്ങളൊന്നും വരുത്താണ്ട് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഇവിടെ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ്? യങ് അഡൾട്ട്ഹുഡ് സ്റ്റേജിലാണ്. ഇനി അടുത്ത് 15ാമത്തെ ചോദ്യം, according to Erikson's psychosocial stages of development, which stage describes a child who needs to learn important academic skills and compare favorably with peers in the schools to achieve competence? Trust versus mistrust, identity versus role confusion, initiative versus guilt, industry versus inferiority. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ്. അതായത് നമ്മൾ പ്രത്യേകം ഇതിനകത്ത് പറയുന്നുണ്ടില്ലേ, സ്കൂളാണ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂൾ വെച്ചിട്ട് നമ്മൾ പഠിച്ച ഒരേ ഒരു സ്റ്റേജ് മാത്രമേ ഉള്ളൂ, സ്കൂൾ ഏജ് ഇല്ലേ? അപ്പോൾ ആ ഒരു സ്കൂൾ ഏജിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി തന്നെയാണ് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം, എ 38-year-old woman quits her high-paying marketing job to focus on her children and become a school counselor. What stage would Erikson consider this to be? Identity versus role confusion, generativity versus stagnation, ego integrity versus despair, industry versus inferiority. ആൻസർ ഏതാണ്? ആൻസർ ജനറേറ്റിവിറ്റി വെസസ് സ്റ്റാഗ്നേഷൻ ആണ്. അതായത് കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ഹൈ പേയിങ് ജോബ് ഒന്നും ക്വിറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടുന്ന കുട്ടികളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ കൗൺസിലർ ആവുക, അങ്ങനെയുള്ളൊരു രീതിക്ക് വരുമ്പോൾ ആ ഒരു വ്യക്തിയിലുണ്ടാകുന്ന ക്രൈസിസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെ എന്താണ് പറയുന്നത്? അതേതാണ്? ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ്. ഇനി അടുത്ത് 17ാമത്തെ ചോദ്യം, പ്രീ സ്കൂളേഴ്സ് ഏജ് 3 to 6 ആണെന്ന് പറയുന്നുണ്ട്. ഗോ ത്രൂ വാട്ട് സ്റ്റേജ്? 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളുടെ സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഷെയിം വേഴ്സസ് ഡൗട്ട്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. ആൻസർ ഏതാണ്? നമ്മുടെ 3ാമത്തെ സ്റ്റേജ് ആണില്ലേ, പ്രീ സ്കൂൾ ഏജ്. അതായത് സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉള്ള സമയം. അപ്പോൾ നമ്മൾ പഠിച്ച എന്തായിരുന്നു? ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ് ഇല്ലേ? അതായത് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കളികൾ കളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുട്ടി കാണിക്കുന്ന ഇനിഷ്യേറ്റീവ് ഒക്കെയാണ്. അപ്പോൾ പ്രീ സ്കൂളേഴ്സ് വരുന്നത് ഏത് സ്റ്റേജിലാണ്? ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റിലാണ്. ചോദ്യം, എ ടീനേജർ ജോയിനിങ് എ ജാസ് ബാൻഡ് would be an example of what psychosocial stage? Trust versus mistrust, initiative versus guilt, identity versus confusion, industry versus inferiority.
ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ഐഡൻറ്റിറ്റി വേഴ്സസ് കൺഫ്യൂഷനാണ് ഇല്ലേ? അതായത് ഒരു ടീനേജർ എന്ത് ചെയ്യുന്നു, ഒരു ജാസ് മ്യൂസിക് ബാൻഡിൽ ചേരുകയാണ് അപ്പോൾ അല്ലേ. അപ്പോൾ ജാസ് ബാൻഡിൽ ചേരുമ്പോൾ ആ കുട്ടിയിൽ ആ ഒരു സ്റ്റേജിൽ എന്താണ് അത്, ആ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അത് ആ ഒരു ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് ഏത് സ്റ്റേജിലാണ്? ടീനേജറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീനേജിൽ ഉണ്ടാകുന്ന ക്രൈസിസ് ഏതൊക്കെയാണ്? ഐഡൻറ്റിറ്റിയും റോൾ കൺഫ്യൂഷനുമാണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഐഡൻറ്റിറ്റിയും കൺഫ്യൂഷനുമാണ്. ഇനി അടുത്ത 20ാമത്തെ ചോദ്യം ഈ സെക്ഷനിലെ ലാസ്റ്റ് ചോദ്യമാണ്. In which stage that faces the crisis intimacy versus isolation? ഇൻറ്റിമസിയും ഐസൊലേഷനും വരുന്ന ടൈം ഏതാണ്? ഏർലി ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, ഏർലി അഡൾട്ട്ഹുഡ്, അഡോളസെൻസ്. ആൻസർ ഇതാണ്, ഏർലി അഡൾട്ട്ഹുഡിലാണ് അല്ലേ. ഇൻറ്റിമസി വരുന്നത് ഏർലി അഡൾട്ട്ഹുഡിലാണ്. അപ്പോൾ 20 ചോദ്യങ്ങളാണ്. 20 ചോദ്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ച ഒരു തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ 20 മാർക്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞുവെന്ന് എൻ്റെ ക്ലാസ്സും അതുപോലെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റാണ് എനിക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റിൽ യാതൊരു പിശുക്കും കാണിക്കരുത്. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഞാൻ പിശുക്ക് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താണ് ജെനുവിൻ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് നിങ്ങൾക്ക് അതിലൂടെ കമൻറ്റായിട്ട് തരണം. ഓക്കെ. നിങ്ങളിൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നാം, ഇതെന്താണ് ഈ ടീച്ചർ കുറേയധികം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ഇതിനകത്ത് വന്നേക്കുന്നത്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആ ഒരു സെക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ എഴുതുന്ന പേപ്പറിൻ്റെ പേര് തന്നെ ചൈൽഡ് സൈക്കോളജി എന്നുള്ളതാണ് ഇല്ലേ. അപ്പോൾ ആ ഒരു ചൈൽഡിൽ നിൽക്കുന്ന ആ ഒരു ഏജ് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അഡോളസൻസ് വരെയുള്ളതാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് മോക്ക് ടെസ്റ്റിനകത്ത് നമ്മളത് ഉൾപ്പെടുത്തുന്നത്. ശരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ എത്ര തവണ ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നു അത്രയും തവണ നിങ്ങളുടെ ഹൃദയത്തിൽ അത് പതിയത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും വിചാരിക്കരുത്, ഒരു നെഗറ്റീവ് ഫീൽ അതിൽ വരരുത്. എന്താണ്, തട്ടിക്കൂട്ടൊന്നും അല്ല, ശരിക്കും സിൻസിയറായി ചെയ്യുന്ന ക്ലാസ്സാണ്, അത് മനസ്സിലാക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.